ഇനി വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. കോഴിക്കോട് നിപ്പ ബാധിച്ച ഒരാൾ, അദ്ദേഹം വലിയ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ്. പിന്നീട് മറ്റ് കോൺടാക്ട് ക്ലാർക്ക് നിപ്പ ഇല്ല എന്നുള്ള കാര്യമൊക്കെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോഴിതാ നിപ്പ ബാധിതനായി പ്രവേശിപ്പിച്ച യുവാവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി എന്നുള്ള വാർത്ത നമുക്ക് മുൻപിലേക്ക് എത്തുകയാണ്. ഫറോക്ക് സ്വദേശിയായ 43-കാരനെ ICUവിൽ നിന്നും മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്വാസത്തിനും ഭക്ഷണം കൊടുക്കാനുമായിട്ട് നൽകിയിട്ടുള്ള ട്യൂബുകളും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. KV രാഹുൽ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വലിയ സമാധാനവും ആശ്വാസവും ഒക്കെയുള്ള ഒരു വാർത്തയാണ്. ഇതും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഭേദമാകുന്നു എന്നുള്ളത് നമ്മുടെ നാടിനാകെയും പ്രതീക്ഷയും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില, ഇനിയുള്ള ചികിത്സ? പക്ഷേ തീർച്ചയായും വലിയ ആശ്വാസമാണ്. ഒപ്പം നമ്മുടെ ആരോഗ്യ മേഖലയെ, സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് മറ്റൊരു നേട്ടം എന്ന രീതിയിൽ കൂടി ഇപ്പോഴുള്ള ഈ ആരോഗ്യനിലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ICUവിൽ നിന്ന് മുറിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ചികിത്സയിൽ കഴിഞ്ഞാൽ പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ള നിലയിലാണ് ഏതായാലും വലിയ പുരോഗതി കൈവരിക്കുകയും ചെയ്തിട്ടുള്ളത്. ജൂൺ 9-ാം തീയതി മുതൽ വെന്റിലേറ്ററിലായിരുന്നു ഈ ഫറോക്ക് സ്വദേശിയായ 43-കാരൻ ഉണ്ടായിരുന്നത്. അതീവ ഗുരുതര നിലയിൽ ജൂൺ 11-നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ജൂൺ 10-ന് നിപ സ്ഥിരീകരിച്ചു. അതായത് ആദ്യം സ്വകാര്യ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. ജൂൺ 10-ന് നിപ സ്ഥിരീകരിച്ച 11-ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിലാണ് ഉണ്ടായിരുന്നത്. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക എല്ലാം തന്നെ തയ്യാറാക്കുന്നു. മറ്റ് പ്രതിരോധ നടപടികളൊക്കെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത്രയും ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യമായിരുന്നു. 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി, റംഡെസിവിർ തുടങ്ങിയ മരുന്നുകൾ അദ്ദേഹത്തിന് നൽകി ഈ ചികിത്സ തുടരുന്നതിനിടെ ജൂലൈ 7-ാം തീയതിയാണ് ICUവിൽ നിന്ന് ട്രാൻസിറ്റ് ICUവിലേക്ക് മാറ്റുന്നത്. അതായത് ഐസൊലേഷൻ ICUവിൽ നിന്ന് മാറ്റുന്നത്. തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഈ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് ജൂലൈ 7-ാം തീയതിയാണ് ട്രാൻസിറ്റ് ICUവിലേക്ക് മാറ്റിയത്. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടി. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായ ശ്വാസത്തിനും ഭക്ഷണത്തിനും കൊടുക്കാനുമായി സ്ഥാപിച്ച ട്യൂബുകൾ മാറ്റി. ഇപ്പോൾ ഏതായാലും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്ന ഒരു ആരോഗ്യ നിലയിലേക്ക് 43-കാരൻ എത്തിയിട്ടുണ്ട് എന്നതാണ് അതിലും വലിയ ആശ്വാസം. ആവർത്തിച്ചു പറയുകയാണ്, വലിയ ആശ്വാസം. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച മറ്റൊരു നേട്ടം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ നിലയിൽ ഉണ്ടാകുന്ന പുരോഗതി എന്നതാണ് ആവർത്തിച്ചു പറയേണ്ടത്.